ദഅവയും ഖുർആൻ അക്കാദമിയും ഷി അക്കാദമിയും നൂറുൽ ഉലമ മദ്രസയും ഇവിടെ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി അങ്ങോട്ട് വലിയ ലക്ഷ്യങ്ങൾ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കുമുണ്ട്. അതൊക്കെ നിറവേറാനും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാനും അല്ലാഹു തൗഫീഖ് ചെയ്തു തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നതിന് പുറമെ ഈ സ്ഥാപനം ഇങ്ങനെയാകുന്നതിൽ നിങ്ങളെല്ലാവരുടെയും കഠിനമായ അധ്വാനവും ശ്രമവുമുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. നാട്ടിലെയും വിദേശത്തെയും നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഇതിനു വേണ്ടി ധാരാളം സാമ്പത്തികമായും ശാരീരികമായും എല്ലാ പിന്തുണയും നൽകി ഇത് ഈ നിലയിലേക്ക് വളർന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മുടെ ഖുർആൻ അക്കാദമി ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 2022 ഓഗസ്റ്റിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഇവിടെ വന്ന് നമ്മുടെ സ്ഥാപനത്തിന്റെ ഖുർആൻ അക്കാദമി ബിൽഡിങ്ങിന് തുടക്കം കുറിച്ച് അന്ന് നമ്മെ സന്തോഷിപ്പിച്ച ഒരു വിഷയം നമ്മോട് ഉസ്താദ് പറഞ്ഞതാണ്. ഇതിന്റെ പണി പെട്ടെന്ന് പൂർത്തിയാക്കുകയാണെങ്കിൽ ഇതിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ വരുമെന്ന്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് സഫലമാക്കാൻ പറ്റണം. അല്ലാഹു തൗഫീഖ് ചെയ്തു തരുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് ആ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിയണം. അൽഹംദുലില്ലാഹ് ഇന്ന് അതിൻ്റെ ഇടയിൽ നമ്മുടെ പ്രിയപ്പെട്ട മദ്രസ വിദ്യാർത്ഥികൾക്ക് നല്ല നിലയിൽ പഠിക്കാനുള്ള സൗകര്യം വേണമെന്നതിൻ്റെ ലക്ഷ്യം വേണമെന്ന ആ ഒരു ഉദ്ദേശം നമ്മുടെ തൈബ കമ്മിറ്റി അംഗങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഖുർആൻ അക്കാദമി ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ മഹത്തായ മദ്രസ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കി അൽഹംദുലില്ലാഹ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ വലിയ നേതൃത്വം, നമ്മുടെ സ്ഥാപനത്തിൻ്റെയും നാടിൻ്റെയും വലിയ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കുഞ്ഞി തങ്ങള് ആദൂർ. ഈ സ്ഥാപനം തുടക്കം മുതൽ ഇവിടെ ഏത് പരിപാടി ഉണ്ടെങ്കിലും അത് തുടങ്ങിത്തരുന്നത് ബഹുമാനപ്പെട്ട പൂക്കുഞ്ഞി തങ്ങൾ ഉസ്താദാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അല്ലാഹു നല്ല ആഫിയത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അല്ലാഹു തങ്ങൾ ഉസ്താദിന് സന്തോഷങ്ങൾ നൽകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇത് ഇവിടെ ഈ മദ്രസ കെട്ടിടം ഇവിടെ വന്നത് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. തുടർന്നും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. ഇവിടെ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് അതൊരിക്കലും വിഫലമാകില്ല എന്ന് നിങ്ങൾ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട പിഞ്ചുമക്കള് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ഇരുന്ന് പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അല്ലാഹുവിന്റെ ദീനിന്റെ ശരീഅത്തിന്റെ ഇൽമുകൾ പഠിക്കുകയും ചെയ്യുന്ന ആ മക്കള്
അവരുടെ ഭക്ഷണവും അവരുടെ പാർപ്പിടവും അവരുടെ വിദ്യാഭ്യാസവുമെല്ലാം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അത് നമുക്ക് എന്നും നിലനിൽക്കുന്ന വലിയ അമലായി ഇവിടെ ബാക്കിയാകുന്ന ഒരു ജാരിയായ സദഖയാണ്, മരണത്തിന്റെ ശേഷം ബാക്കിയാകുന്ന അമല് കൂടിയാണ് എന്ന് നിങ്ങളെ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സഹകരണം തുടർന്നുമുണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മുടെ സംഗമങ്ങളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ വേദി ഇവിടെ ഒരുക്കുമ്പോൾ വലിയ സന്തോഷങ്ങൾ നമുക്കുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് താഹിർ അങ്ങൾ ഉസ്താദിന്റെ പേരിലാണ് ഇവിടത്തെ പള്ളിയും ആ സ്ഥലവും നമ്മൾ വഖഫ് ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് നമ്മുടെ മദ്രസ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ ഉസ്താദിന്റെ പേരിലാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നലെ ബഹുമാനപ്പെട്ട കെ.സി. റോഡ് ഉസ്താദ് അവരെ കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ വേദിയിൽ, സമാപന വേദിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ഈ വേദി ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് എത്തിയ ബഹുമാനപ്പെട്ട സയ്യിദ് ഹസനുൽ ഹദൽ തങ്ങള്. നിങ്ങളെ അവിടെ ആരോടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. തങ്ങൾ ഉസ്താദ് ഇവിടെ കർണാടകയില് നമ്മുടെ വലിയ സ്ഥാപനം ബള്ളാരയിലെ ദാറുൽ ഹുദ നമുക്കറിയാം. ആ സ്ഥാപനം ഇവിടെ തുടങ്ങിത്തരികയും അത് വളരെ നല്ല നിലയിൽ ഇവിടെ നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാടിന് വേണ്ടി ധാരാളം സേവനം ചെയ്ത വ്യക്തിത്വമാണ്. മുഹിമ്മാത്തിലെ എല്ലാമാണ് തങ്ങൾ ഉസ്താദ്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന് വളരെ സന്തോഷത്തോടുകൂടെ ദുആ ചെയ്ത് നമ്മുടെ മഹത്തായ സ്ഥാപനത്തിലേക്ക് എല്ലാ നിലയിലുള്ള സ്വാഗതങ്ങളും ആശംസിക്കുന്നു. അതുപോലെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വേദിയിൽ, എല്ലാ വേദിയിലും എന്ന പോലെ ഈ വേദിയിൽ നമുക്ക് എത്തി നമ്മെ ആസ്വദിക്കാനെത്തിയ ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കുഞ്ഞി തങ്ങള്, അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഈ ഒരു അവസ്ഥയിലും നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു. അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് എല്ലാ നിലയിലുള്ള സന്തോഷങ്ങൾ തങ്ങൾ ഉസ്താദിന് സ്വാഗതമായി ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വേദിയിൽ നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തിത്തരുന്ന ബഹുമാനപ്പെട്ട ഹംസ മിസ്ബായി ഓട്ടപ്പട ഉസ്താദ്, അൽഹംദുലില്ലാഹ് നമ്മുടെ നാടുമായി വളരെ കാലം മുമ്പേ ബന്ധമുള്ള വ്യക്തിത്വമാണ്. ഇവിടെ പലപ്പോഴും വന്നിട്ടുണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകാൻ സ്ഥാപനത്തിലും ടൗണിലും പരിസര പ്രദേശത്തൊക്കെ ഇവിടെ വന്ന് നമുക്ക് വഅദ് പറഞ്ഞു തന്ന, നമ്മെയൊക്കെ ഏറെ ചിന്തിപ്പിക്കുന്ന നല്ല പ്രഭാഷകന് കൂടിയാണ് ബഹുമാനപ്പെട്ട ഹംസ മിസ്ബായി ഓട്ടപ്പട ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഉസ്താദിനെയും ഈ വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വേദിയിൽ KCF-ന്റെ വലിയ നേതൃത്വം ബഹുമാനപ്പെട്ട ഹസൈന റഹ്മാനി ഉസ്താദ് ഇവിടെയുണ്ട്. KCF-വുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളും നമ്മൾ KCF-വുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ഹസൈന റഹ്മാനിയെ കോണ്ടാക്ട് ചെയ്താൽ നമുക്കെല്ലാം വളരെ സുലഭമായി ചെയ്യാൻ പറ്റുന്ന നിലയിൽ KCF-ന്റെ എല്ലാ തലങ്ങളിലും തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഹസൈന റഹ്മാനി ഉസ്താദ്. അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. സ്ഥാപനത്തിന്റെ സ്വാഗതങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന സ്ഥാപനത്തിന്റെ ജനറൽ മാനേജർ ബഹുമാനപ്പെട്ട കബീർ ഹിമമി ഉസ്താദ്, അതുപോലെ സ്ഥാപനത്തിന്റെ ഉസ്താദുമാർ നമ്മുടെ ദാവൂദ് ഉസ്താദ്, അതുപോലെ സാദിഖ് സഖാഫി ഉസ്താദ്, ജാവീദ് സഖാഫി ഉസ്താദ് തുടങ്ങിയ ഉസ്താദുമാർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട KH ഫൈസി ഉസ്താദ് അടക്കമുള്ള നമ്മുടെ തൈബയുടെ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഹാജി PM, അതുപോലെ നമ്മുടെ KCF-ന്റെ വലിയ പ്രവർത്തകനും നമ്മുടെ നാട്ടിന്റെ അഭിമാനവുമായ ബഹുമാനപ്പെട്ട ഉമർ MA, അങ്ങനെ നമ്മുടെ വേദിയിലുള്ള
ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, നേതാക്കള്, മിഖ്ദാദ് ഹിമമി അടക്കം ഈ വേദിയിലുള്ള ഉസ്താദുമാർ എല്ലാവരെയും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ എത്തിയ പ്രിയപ്പെട്ട തൈബയുടെ പ്രവർത്തകർ, SSF-ന്റെയും SYS-ന്റെയും കർണാടക മുസ്ലിം ജമാഅത്തിന്റെയും സംഘടനാ കുടുംബങ്ങളുടെ നേതാക്കൾ, പ്രവർത്തകർ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, ഉമ്മ പെങ്ങന്മാർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ച് ഈ ഒരു വേദി ഒരുക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകളുടെ സഹായങ്ങളും സഹകരണങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സാദാത്തുക്കളും ബഹുമാനമുള്ള ഉസ്താദുമാരൊക്കെ ദുആ ചെയ്യും. അല്ലാഹു അവർക്കൊക്കെ ഖൈറായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇറച്ചിയായും അരിയായും അതുപോലെ തന്നെ മറ്റു പലതുമായി ഇവിടെ സഹകരിച്ചിട്ടുണ്ട്. ഈ വേദി, ഈ സ്റ്റേജ് ഇവിടെ ഒരുക്കി തന്നത് നമ്മുടെ റോയൽ ഷാമിയാന അബ്ബാസ് ആണ്. അല്ലാഹു അദ്ദേഹത്തിന് എല്ലാ സന്തോഷങ്ങളും നൽകുമാറാകട്ടെ. ചെയ്യുന്ന ബിസിനസ്സിൽ വലിയ ബറക്കത്ത് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയായി ബന്ധപ്പെട്ട് ഈ മദ്രസ നിർമ്മാണം അതിൻ്റെ കോൺട്രാക്ട് എടുത്ത് ഇവിടെ പ്രവർത്തിച്ചു നിന്ന നമ്മുടെ അബ്ദുള്ള കാവു അടക്കം എല്ലാവർക്കും അള്ളാഹു എല്ലാ സന്തോഷം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഒരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ട അനുജന് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്ന് അനുജൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഹോസ്പിറ്റലിലാണ്, ഇവിടെ ആയിരുന്നെങ്കിൽ ഈ പരിപാടിയിൽ ഉടനീളം ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട വ്യക്തിത്വമാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയമായി കരള് രോഗം ബാധിച്ച് ഇപ്പോൾ എറണാകുളത്താണുള്ളത്. പെട്ടെന്ന് ശിഫയാകണം. നിങ്ങളെ ദുആ ഉണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും അകമഴിഞ്ഞ് ദുആർക്കുന്നതിന് പുറമെ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, വലിയ ഒരു എമൗണ്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ പലരും അത് അയച്ചു തന്ന് സഹായിച്ചിട്ടുണ്ട്, സഹായിക്കുന്നുണ്ട്. അത് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും അതുപോലെ ഫേസ്ബുക്കിലൂടെയും മറ്റു സോഷ്യൽ മീഡിയയിലൂടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ, ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതലായി ഇടപെടാൻ അറിയാത്ത നമ്മളെപ്പോലെ ഇടപെടാതിരുന്ന ആളുകളെയൊക്കെ ഉണർത്തി അതിൽ ഇടപെടുത്തിയ പട്ടാമ്പി ടീം അടക്കമുള്ള ആ പ്രിയപ്പെട്ടവർ, അവർ ഇടപെട്ട് ആ ഓപ്പറേഷന് വേണ്ടിയുള്ള തുക ഉണ്ടാക്കുന്നതിന് വേണ്ടി രാപ്പകൽ വ്യത്യാസമില്ലാതെ കഷ്ടപ്പെടുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഏത് നട്ടപ്പാതിരാക്ക് നമ്മൾ വാട്സപ്പ് എടുത്ത് നോക്കിയാലും അവർ അതിൽ സജീവമായി ഇടപെടുകയും എങ്ങനെയാണ് ഇത് ഷെയർ ചെയ്യേണ്ടത്, ആളുകളിലേക്ക് എത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് എല്ലാ സമയത്തും നമ്മൾ വിവരിച്ചു തരുന്ന ആ പ്രിയപ്പെട്ടവർ, അവർക്കെല്ലാം അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ, അവർക്ക് സന്തോഷം നൽകുമാറാകട്ടെ. ഇവിടെ പരിപാടി ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞത് ഈ പരിപാടിയിൽ സാദാത്തുക്കൾ സംബന്ധിക്കും, ആലിമീങ്ങൾ സംബന്ധിക്കും, നമുക്ക് അവരുടെ ദുആ മാത്രമാണ് വേണ്ടത്. അവരോട് പറഞ്ഞ് ദ്വാരിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് കൊണ്ട് പ്രത്യേകം എടുത്തു പറയുകയാണ്. ആ വാട്സപ്പിലൂടെ അതുപോലെ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം എത്തിച്ച് സഹായിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അല്ലാഹു സന്തോഷങ്ങൾ നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് അനുജന്റെ രോഗം എത്രയും പെട്ടെന്ന് മാറണം, ഓപ്പറേഷൻ സക്സസ് ആവണം, അതിന് നിങ്ങൾ ആത്മാർത്ഥമായ ദുആ ഉണ്ടാകണം. അല്ലാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് നിങ്ങളോട് ഒന്നുകൂടി ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്ത് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതോടൊപ്പം ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ മറന്നുപോയി. ഇന്നത്തെ നമ്മുടെ ഈ വേദി അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കണ്ണുമൻ തങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷത്തിനകം ഇവിടെ എത്തും. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഉസ്താദ് വന്നുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ നമ്മുടെ വേദിയിലുണ്ട്. അഭാവത്തിൽ അവരെയൊക്കെ സ്വാഗതം ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.